നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ കാണുന്ന ഈ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സൈഡിലായി തെളിഞ്ഞു വരുന്ന ഈ ഒരു ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ആൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പറയാൻ പോകുന്ന നെറ്റ് ആൻഡ് ബോൾട്ടുകൾ ലൂസ് ആണെങ്കിൽ അത് നിങ്ങളുടെ വണ്ടിയിൽ ഓവർ വൈബ്രേഷന് കാരണമാകുന്നു. ആദ്യമേ തന്നെ ഈ കാണുന്ന 17ന്റെ ബോൾട്ടും അതിൽ വരുന്ന 21ന്റെ നെറ്റും ടൈറ്റ് ആണോ എന്ന് ശ്രദ്ധിക്കുക. അതിനായി 17ന്റെ റിങ്സും 21ന്റെ റിങ്സും എടുക്കാവുന്നതാണ്. ഈ കാണുന്നത് പോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെറ്റ് ആൻഡ് ബോൾട്ട് നിങ്ങളുടെ വണ്ടിയിൽ ലൂസ് ആണെങ്കിൽ ഈ കാണുന്നത് പോലെ ടൈറ്റ് ആകുന്നതാണ്. നെറ്റ് ആൻഡ് ബോൾട്ടുകൾ മാക്സിമം ടൈറ്റ് ആകുന്നത് വരെ ടൈറ്റ് ചെയ്യുക. ഇങ്ങനെ ലൂസായിരിക്കുന്ന ഫൗണ്ടേഷൻ ബോൾട്ടുകളെല്ലാം ടൈറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ വണ്ടിയിലെ ഓവർ വൈബ്രേഷൻ മാറുന്നതായിരിക്കും. എല്ലാ ബോൾട്ട് ആൻഡ് നെറ്റുകൾ ടൈറ്റ് ആയിരുന്നാലും നിങ്ങളുടെ വണ്ടി ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാവും. അത് മാറണമെങ്കിൽ റോയൽ എൻഫീൽഡ് തന്നെ നേരിട്ട് വിചാരിക്കണം. ഇനി കാണിക്കാൻ പോകുന്ന 12ന്റെ 4 ഫൗണ്ടേഷൻ ബോൾട്ടുകൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ്. ഫ്രീ സർവീസ് ടൈമിൽ കൃത്യമായി സർവീസ് ചെയ്തില്ലെങ്കിൽ വളരെ പെട്ടെന്ന് ലൂസാവുന്ന ബോൾട്ടുകളാണ് ഇതൊക്കെ. ഈ ബോൾട്ടുകൾ ലൂസാവുന്നത് നിങ്ങളുടെ വണ്ടിയിൽ ഓവർ വൈബ്രേഷന് കാരണമാകുന്നു. പന്ത്രണ്ടിൻ്റെ ഒരു ടീറാഡ് എടുത്ത ശേഷം ഈ കാണുന്നത് പോലെ 12ന്റെ ബോൾട്ടുകൾ ടൈറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ടൈറ്റ് ചെയ്യുന്ന സമയത്ത് സെറ്റോടെ കറങ്ങാതിരിക്കാൻ മറുവശത്തെ 12ന്റെ നെറ്റിൽ റിങ്സോ മറ്റോ ഉപയോഗിച്ച് ലോക്ക് ചെയ്ത് പിടിക്കാവുന്നതാണ്. ഹിമാലയത്തിലും GT-യിലും മാത്രമാണ് ഫൗണ്ടേഷൻ ബോൾട്ടുകൾ വ്യത്യാസമായിട്ട് വരുന്നത്. ബാക്കി എല്ലാത്തിലും സെയിം തന്നെയാണ്. ഈ കാണുന്ന രീതിയിൽ തന്നെ ഫൗണ്ടേഷൻ ബോൾട്ടുകൾ ടൈറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ കാണിച്ച 12ന്റെ 4 ഫൗണ്ടേഷൻ ബോൾട്ടുകളും എഞ്ചിനും ചേസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഫൗണ്ടേഷൻ ബോൾട്ടുകളാണ്. നിങ്ങളുടെ വണ്ടി കൃത്യമായി സർവീസ് ചെയ്തില്ലെങ്കിൽ ഈ കാണുന്ന ഫൗണ്ടേഷൻ ബോൾട്ടുകൾ ലൂസ് ആകുവാനും അത് ഓവർ വൈബ്രേഷനും കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ഫൗണ്ടേഷൻ ബോൾട്ടുകൾ ടൈറ്റ് ആണെന്ന് തന്നെ ഉറപ്പുവരുത്തുക. അതിനുശേഷം എഞ്ചിൻ ചേസുമായി കണക്ട് ചെയ്തിരിക്കുന്ന 13ന്റെ ബോൾട്ടിലെ ഈ 14ന്റെ നെറ്റ് ടൈറ്റ് ആണോ എന്ന് ശ്രദ്ധിക്കുക. 14ന്റെ ഒരു ഡബിളിൻ്റെ സ്പാനർ ഉപയോഗിച്ച് ഈ കാണുന്നത് പോലെ ടൈറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം RH ഫുഡ് റെസ്റ്റിൻ്റെ 17ന്റെ ബോൾട്ട് ലൂസ് ആണോ എന്ന് ശ്രദ്ധിക്കുക. ഫുഡ് റെസ്റ്റ് ഏതെങ്കിലും കാരണവശാൽ ലൂസ് ആണെങ്കിൽ ആ വൈബ്രേഷൻ നിങ്ങളുടെ കാല് വഴി ഫീൽ ചെയ്യുന്നതാണ്. 17ന്റെ ഡബിൾ എൻഡ് ഉപയോഗിച്ച് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ കാണുന്ന നെറ്റ് ആൻഡ് ബോൾട്ടുകളും ടൈറ്റ് ആണെന്ന് തന്നെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പന്ത്രണ്ടിൻ്റെ ടീറാഡ് ഉപയോഗിച്ച് ബാക്ക് മൽഗാർഡ് കണക്ട് ചെയ്തിരിക്കുന്ന 12ന്റെ ബോൾട്ടും ബാക്ക് സീറ്റ് കണക്ട് ചെയ്തിരിക്കുന്ന 12ന്റെ ബോൾട്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതേ സെയിം രീതിയിൽ അപ്പുറം വശവും ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒപ്പം തന്നെ സീറ്റ് സ്പ്രിങ് കണക്ട് ചെയ്തിരിക്കുന്ന ബോൾട്ട് കൂടി ടൈറ്റ് ചെയ്യുക. അതിനുശേഷം സൈഡ് സ്റ്റാൻഡ് പ്ലേറ്റിൽ വരുന്ന 12ന്റെ ബോൾട്ടും സൈഡ് സ്റ്റാൻഡിൽ വരുന്ന 12ന്റെ ബോൾട്ടും ഇതേ രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഷോക്ക് അബ്സർ ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായി 17ന്റെ നെറ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 17ന്റെ റിങ്സ് ഉപയോഗിച്ച് നെറ്റ് ടൈറ്റ് ചെയ്യുമ്പോൾ മറുവശത്തെ ബോൾട്ട് കൂടി കറങ്ങുന്നതിനാൽ 14ന്റെ ഒരു ഡബിൾ എൻഡ് ഉപയോഗിച്ച് അപ്പുറം വശം ലോക്ക് ചെയ്ത് പിടിക്കാവുന്നതാണ്. അതിനുശേഷം 17ന്റെ റിങ്സ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം LH ഫുഡ് റെസ്റ്റ് കണക്ട് ചെയ്തിരിക്കുന്ന 14ന്റെ നെറ്റ് ഈ കാണുന്ന പോലെ 14ന്റെ ഡബിൾ എൻഡ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ കാണുന്ന 13ന്റെ ലോങ് ബോൾട്ട് കൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ക്ലാസിക് മോഡൽ വണ്ടികളിൽ സീറ്റ് ടൈറ്റ് ആക്കുവാൻ സീറ്റിനടിയിലുള്ള ഈ കാണുന്ന 12ന്റെ ബോൾട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്റ്റാൻഡേർഡിൽ സീറ്റ് ടൈറ്റ് ചെയ്യാൻ വേണ്ടി സീറ്റിൻ്റെ 2 വശത്തായി 12ന്റെ നെറ്റ് വരുന്നുണ്ടാവും. അത് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
തണ്ടർബേർഡ് മോഡലുകളിൽ ലോക്കിംഗ് സീറ്റ് ആയതിനാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നതല്ല. ബാക്കി എല്ലാ നെട്ടും ബോൾട്ടുകളും നേരത്തെ കാണിച്ച രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. സൈലൻസർ ക്ലാമ്പ് ഘടിപ്പിച്ചിരിക്കുന്ന 12ന്റെ ഈ ബോൾട്ട് കൂടി ടൈറ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഹാൻഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന ക്ലാമ്പിലെ 17ന്റെ ബോൾട്ട് ടൈറ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. 17ന്റെ റിങ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഈ കാണുന്നത് പോലെ 2 ബോൾട്ടുകളും ഒരേ രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം അടിയിൽ വരുന്ന ഈ 13ന്റെ നെറ്റ് കൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. 13ന്റെ റിംഗ് സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാവുന്നതാണ്. ഓവർ വൈബ്രേഷൻ ഒഴിവാക്കുവാൻ പ്രധാനമായി എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യുക. Caught in the crossfire.